നമസ്കാരം ഫ്രണ്ട്സ്. കഴിഞ്ഞ വീഡിയോയിൽ കേരള PSC GKയിൽ നിന്നും കൊല്ലം ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ. തെക്കൻ കേരളത്തിലെ അവസാനത്തെ ജില്ല ആയും കേരളത്തിലെ 13ാമത്തെ ജില്ല ആയും 1982 നവംബർ 1 രൂപീകരിച്ച ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ല രൂപീകരിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് KK നായർ. ഒരു ലോകസഭാ മണ്ഡലം പത്തനംതിട്ട തന്നെയാണ്. 5 നിയമസഭാ മണ്ഡലം ആണ് പത്തനംതിട്ട ജില്ലയിൽ വരുന്നത്. തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം, തലസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഏറ്റവും സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല പത്തനംതിട്ട ആണ്. അതുപോലെ തന്നെ ജനസംഖ്യ വർധന നിരക്ക് വളരെയധികം കുറവുള്ള ജില്ല, ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട ആണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും റെയിൽവേ പാത ദൈർഘ്യം കുറവുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിന്റെ തലസ്ഥാനം വരുന്നത് തിരുവല്ലയാണ്. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെട്ടിരുന്ന TK റോഡ് തിരുവല്ല ടു കുമ്പഴം ആണ്. തിരുവല്ലയും കുമ്പഴത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ് TK റോഡ്. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ള ജില്ലയാണ് പത്തനംതിട്ട. ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ആയിട്ടുള്ള റാന്നി പത്തനംതിട്ട ജില്ലയിൽ ആണ് വരുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീസണൽ ഇൻകം ലഭിക്കുന്ന ശബരിമല ക്ഷേത്രം റാന്നി താലൂക്കിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ആണ് വരുന്നത്. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക് ആണ്. വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന ആറന്മുള പത്തനംതിട്ട ജില്ലയിൽ ആണ് വരുന്നത്. അതുപോലെ തന്നെ ലോഹക്കൂട്ട് കൊണ്ട് നിർമ്മിച്ച GI ടാഗ് ലഭിച്ച ആറന്മുള കണ്ണാടി വളരെയധികം പ്രസിദ്ധമാണ്. ഇതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് വരുന്നത്. കേരളത്തിലെ പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുളയിലാണ് വരുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്തരട്ടാതി വള്ളംകളി നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന പമ്പാ നദിയിൽ വെച്ചിട്ടാണ്. പമ്പാ നദി കേരളത്തിലെ 3ാമത്തെ വലിയ നദിയാണ്. പമ്പാ നദി 176 കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ നീളം വരുന്നത്. ദക്ഷിണ ഭാഗീരഥി അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പമ്പാ നദി ആണ്. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും പമ്പാ നദി ആണ്. പമ്പാ നദിയുടെ തീരത്ത് വെച്ച് നടക്കുന്ന പ്രധാന 2 മത സമ്മേളനങ്ങളാണ് മരാമൻ കൺവെൻഷൻ, അതുപോലെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. മരാമൻ കൺവെൻഷൻ ലോകത്തിലെ 2ാമത്തതും ഏഷ്യയിലെ 1ാമത്തതും ഏറ്റവും വലുതുമായിട്ടുള്ള ക്രിസ്തു മത സമ്മേളനമാണ് മരാമൻ കൺവെൻഷൻ. പമ്പാ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. 1895 മരാമൻ കൺവെൻഷൻ ആദ്യമായിട്ട് നടന്നിട്ടുള്ളത്. മാർത്തോമ ചർച്ച് ആണ് മരാമൻ കൺവെൻഷൻ നടത്തുന്നത്. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമാണ്. പമ്പാ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. മൂഴിയാർ കക്കാട് പദ്ധതി. മൂഴിയാർ ഡാം കക്കാട് പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ ആണ് വരുന്നത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, അതുപോലെ തന്നെ മണിയാർ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ആദ്യമായി വന്ന ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. അപ്പോൾ കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള വെള്ളച്ചാട്ടം ആണ് പെരുന്തേൻ അരുവി വെള്ളച്ചാട്ടം. പെരുന്തേൻ അരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിൽ ആണ് വരുന്നത്. ഗവി എക്കോ ടൂറിസത്തിന് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഗവി പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത്. മുഴുവൻ അസ്ഥികളും അടങ്ങിയ ആനപ്രതിമയുള്ള മ്യൂസിയം ഗവിയിൽ ആണ് വരുന്നത്. ഇരവിപേരൂർ പ്രത്യക്ഷ രക്ഷ ദേവസഭയുടെ സ്ഥാപകൻ ആയിട്ടുള്ള പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചിട്ടുള്ളത് ഇരവിപേരൂർ ആണ്.
അപ്പോൾ ഇരവിപേരൂർ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആയിട്ടുള്ള പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് ഇരവിപേരൂർ ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ ആസ്ഥാനം വരുന്നതും ഇരവിപേരൂർ ആണ്. കോന്നി കേരളത്തിലെ ഏറ്റവും ചെറിയ റിസർവ് വനം ആണ് കോന്നി. പത്തനംതിട്ട ജില്ലയിൽ ആണ് വരുന്നത്. അതുപോലെ തന്നെ ആനക്കൂട് ഉള്ളത്, കേരളത്തിൽ ആനക്കൂട് ഉള്ളത് കോന്നിയിലാണ്. കമ്പകം എന്ന മരം കൊണ്ടാണ് ആനക്കൂട് ഉണ്ടാക്കുന്നത്, ചോദിക്കാറുണ്ട്. മന്നം ഷുഗർ മില്ലിന്റെ ആസ്ഥാനം പന്തളത്താണ് വരുന്നത്. വാകയാർ ഗുരു ചൈതന്യ യതിയുടെ ജന്മസ്ഥലം വരുന്നത് വാകയാറാണ്. മഞ്ചാടി കേരളത്തിലെ പക്ഷിരോഗ നിർണയ കേന്ദ്രമാണ് മഞ്ചാടി. പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത് മഞ്ചാടി. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലമാണ് ചെങ്ങറ. നമുക്കറിയാം ഭൂസമരം, ഹാരിസൺ എസ്റ്റേറ്റ് ഒക്കെ പിടിച്ചെടുത്ത ചെങ്ങറ ഭൂസമരം നടന്നിട്ടുള്ള ചെങ്ങറ പത്തനംതിട്ട ജില്ലയിൽ ആണ് വരുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻ വരുന്നത് ചരൽക്കുന്നാണ്. അതുപോലെ തന്നെ ഇലവന്തിട്ട മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം വരുന്നത് ഇലവന്തിട്ടയാണ്. സരസകവി അതുപോലെ മൂലൂർ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ്. നിരളം കേരളത്തിൽ വളരെയധികം താറാവ് വളർത്തൽ കേന്ദ്രം ഉള്ള ഒരു സ്ഥലമാണ് നിരളം. അതുപോലെ തന്നെ നിരളം പള്ളി AD 52 സെന്റ് തോമസ് നിരളത്ത് വന്നപ്പോൾ പണി കഴിപ്പിച്ച പള്ളിയാണ് നിരളം പള്ളി. നിരളം കവികൾ എന്നറിയപ്പെടുന്ന പ്രാചീന കവികൾ നാരായണ പണിക്കർ, ശങ്കര പണിക്കർ, മാധവ പണിക്കർ. ഇവർ 3 പേരുമാണ് പ്രാചീന കാലത്തെ നിരളം കവികൾ എന്നറിയപ്പെടുന്ന കവികൾ. ഈലന്തൂർ മഹാത്മാ ഗാന്ധി ആശ്രമം പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം TP ഗോപാലകൃഷ്ണ പിള്ള 1941 ഇലന്തൂരിൽ പണി കഴിപ്പിച്ച ആശ്രമമാണ് ഇലന്തൂർ മഹാത്മാ ഗാന്ധി ആശ്രമം. ഗാന്ധി വ്യവസായത്തിന്റെ പ്രചരണത്തിനായി TP ഗോപാലകൃഷ്ണ പിള്ള ആരംഭിച്ച പദ്ധതിയാണ് ഒരു പൈസ ഒരു നിക്ഷേപം പദ്ധതി ആരംഭിച്ചത് TP ഗോപാലകൃഷ്ണ പിള്ളയാണ്. മണ്ണടി ഫോക്ലോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് സ്ഥാപനം വരുന്നത് മണ്ണടിയാണ്. അതായത് നാടൻ കലാരൂപങ്ങളെ കുറിച്ച് പഠിക്കുന്ന സ്ഥാപനം വരുന്നത് മണ്ണടിയാണ്. കൂടാതെ മണ്ണടിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടിയിൽ വെച്ചിട്ടാണ്. കൊടുമൺ ചിലന്തി ക്ഷേത്രം പ്രസിദ്ധമായിട്ടുള്ളൊരു ചിലന്തി ക്ഷേത്രമാണ്. പത്തനംതിട്ട ജില്ലയിൽ ആണ് വരുന്നത്. പത്തനംതിട്ട ജില്ലയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യനും ആൻസറും ആണ് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ്, ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു. ശുഭദിനം.